2 തിമോത്തിയോസ് 1-ാം അധ്യായം 9-ാമത്തെയും 10-ാമത്തെയും വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷേ അത് എത്രമാത്രം അത് മനസ്സിലായി എന്നറിയില്ല. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. അതിൻ്റെ അകത്ത് ട്രാൻസ്ലേഷൻ അതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. വിശുദ്ധ വിളി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി. അപ്പോൾ അവൻ നമ്മെ രക്ഷിച്ചത് നമുക്കൊരിക്കലും വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതൊരു വെളിപ്പാട് നിങ്ങൾക്ക് ആയോന്ന് എനിക്കറിയത്തില്ല. അവൻ നമ്മെ രക്ഷിക്കുന്നതിന് മുമ്പ് എനിക്കൊരിക്കലും വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തില്ലായിരുന്നു. കോൾഡ് അസ് ഫോർ എ ഹോളി ലൈഫ് എന്നാണ് ചില ട്രാൻസ്ലേഷനിൽ ഉള്ളത്. ഓർത്തോണം, അപ്പോൾ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത വ്യക്തി നയിക്കുന്ന വിശുദ്ധ ജീവിതവും ഈ വിശുദ്ധ ജീവിതവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതാണ് അതിനകത്ത്. അത് ഇതുവരെയും സഭയ്ക്ക് പോലും മനസ്സിലായിട്ടില്ല. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തിയല്ല. പ്രവൃത്തിയല്ല വിശുദ്ധ ജീവിതം. അതാണ് അതിൻ്റെ അകത്ത് വേറൊരു കാര്യം. നമ്മുടെ ഒരു പ്രവൃത്തിയും കണ്ടുകൊണ്ടല്ല വിളിച്ചത്. നമ്മെ രക്ഷിച്ചത് നമ്മുടെ ഒരു പ്രവൃത്തിയും കണ്ടുകൊണ്ടല്ല. പക്ഷെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ജീവിതത്തിലേക്കാണ്. ആ വിശുദ്ധ ജീവിതം എന്താ? എനിക്ക് തോന്നുന്നില്ല ഞാനിവിടെ ഇത്രയും നാൾ പ്രസംഗിച്ചിട്ടും അത് മനസ്സിലായോന്ന്. സകല കാലത്തിനു മുമ്പ് ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയത്. നോക്കിയേ, ഇവിടെ ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ്, സമയത്തിന് മുമ്പ്, നിത്യതയിൽ തിരഞ്ഞെടുത്തവരെയാണ് രക്ഷിച്ചത്. എല്ലാവരും രക്ഷിച്ചില്ല. ഇതൊക്കെയാ ഞാനിപ്പം ഈ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ആരാധന എന്താണെന്നറിയാം. ആരാധനയായിട്ട് മാറാത്തേ നമ്മുടെ ആരാധന മൊത്തം ഇന്നലെ നടത്തിയതും പിന്നെ ഞാൻ നടത്തിയതും. പക്ഷെ സകല കാലത്തിന് മുമ്പ് ചെയ്തതിനെപ്പറ്റി നമുക്ക് ആരാധിക്കാൻ പറ്റുന്ന ആ ആരാധന ഉണ്ടെങ്കിൽ പിന്നെ 24 മണിക്കൂറും ആരാധന. ഇവിടെ ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്വത്രം. അത് ഇപ്പോഴത്തെ ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ദൈവം വിളിച്ച് രക്ഷിച്ച് വിളിച്ച് വേർതിരിച്ചു. അത് ഓർക്കുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒന്നുമില്ലെങ്കിലും ആരാധന നടന്നുകൊണ്ടിരിക്കും. കാരണം എല്ലാവരെയും വിളിച്ചില്ല, അതാ പ്രശ്നം. ഞാൻ ശരിക്കും ക്ലാസ് വേറെ ദിവസം എടുക്കാം. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ദൈവം അങ്ങനെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് യൗവനക്കാർക്കൊക്കെ ഒത്തിരി ക്ലാസ് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾക്കും ആ ക്ലാസ്സിൽ പകവക്കായാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് ഫ്രീ ആണ്. പിന്നെ ഒരു ഭാരമൊന്നുമില്ല. ഞാൻ ചില വചനങ്ങൾ കാണിക്കാം. അപ്പോൾ നമ്മൾ തോന്നും ഈ കർത്തൃമേശയിൽ ഭാഗവാക്കാകാൻ യോഗ്യതയുണ്ടോ? ഈ തിരഞ്ഞെടുക്കപ്പെടാത്തവർക്ക് ഒരിക്കലും കർത്തൃമേശയിൽ ഭാഗവാക്കാൻ യോഗ്യതയില്ല. കാരണം അവർക്കും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞാൻ കാണിക്കാം വചനം. സകല കാലത്തിന് മുമ്പാണ് നമ്മളെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തത്. നോക്കി, അപ്പോൾ എൻ്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ടല്ല. അനേകർ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം, ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞാൻ നല്ലൊരു കുടുംബത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നെ തിരഞ്ഞെടുത്താന്ന. ദൈവത്തിൻ്റെ എലക്ഷൻ അത് ബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല. എങ്ങനെയാണ് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തതെന്ന് ബുദ്ധി കൊണ്ട് ഒരിക്കലും മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ്, ഞാനിവിടെ ജനിക്കുന്നതിനൊക്കെ മുമ്പ് യേശു സകല കാലത്തിന് മുമ്പ്, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്ദി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നലെ എൻ്റെ പനി മാറ്റി. അതെന്ത് എന്നറിയാം? പനി മാറിക്കഴിയുന്നുണ്ടെങ്കിൽ പറയും, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത്ര പാരസെറ്റമോളൂടെ കഴിച്ചായിരുന്നു, ഇത്രയേ ഉള്ളൂ, സാക്ഷ്യം തീർന്നു. പിന്നെ സാക്ഷ്യം, പിന്നെ അങ്ങോട്ട് കഴിയുന്നതന്നെ പനി മാറ്റിയതിൻ്റെ സാക്ഷ്യമേ ഇല്ല. ഇനി വേറെ വല്ലതും മാറ്റണം, എന്നാലേ പിന്നെ ആരാധനയുള്ളൂ, അല്ലേ? എന്തുകൊണ്ടാണെന്നറിയാം? ഈ വെളിപ്പാടില്ലാത്തതുകൊണ്ട്. ഈ വെളിപ്പാടുണ്ടെങ്കിൽ എന്നും തുടർമാനമായിട്ട് ആരാധന നടക്കും. ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയാം, ഇതിൻ്റെ പൂർണ്ണ വെളിപ്പാട് കിട്ടിയാൽ നിങ്ങൾ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒന്നും കിട്ടിയില്ലേലും ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്.
നോക്കിയാൽ ബിഫോർ ദ വേൾഡ് ബിഗാൻ. അപ്പം എന്നെ ദൈവം തിരഞ്ഞെടുത്തത് എപ്പോഴാ? ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്. അപ്പോൾ എത്രമാത്രം ആരാധിക്കണം. പക്ഷെ അതിനിപ്പോൾ ആരും ആരാധിക്കുന്നില്ല. കാരണം ഇന്നൊരു വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ ആരാധിക്കും, ഇന്നലെ കിട്ടിയ വിടുതലിന് ആരാധിക്കും. അത് എപ്പോൾ തീരും? നിങ്ങൾ പറ, ഇന്നലെ കിട്ടിയ വിടുതലിൽ എത്ര ദിവസം സാക്ഷ്യം പറയും? ഇതിന് സാക്ഷ്യമോ എന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ തെറ്റിദ്ധരിക്കരുത്, ഇന്നലെ ചെയ്ത വിടുതലിന് സാക്ഷ്യം പറയാണ്ടെന്നല്ല. പക്ഷെ നമ്മുടെ നോട്ടം മൊത്തം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് എടുത്തായിരുന്നു, അസ്വദിഷ്ടിയല്ലേ? മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണത്തെ പറ്റി മറന്നങ്ങ് പോകും. ഹസ്വദിഷ്ടി. ഇപ്പം ഇന്നലെയും ഞാൻ നടക്കുന്നു, മുന്നോട്ടും ഇല്ല, അങ്ങ് വായിക്കലോട്ടും ഇല്ല. അതുകൊണ്ട് ആരാധിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഹസ്വദിഷ്ടിയായിപ്പോയി. മുമ്പിലത്തെ പാപങ്ങളുടെ ക്ഷമയെപ്പറ്റി മറന്നുപോയി. അപ്പോൾ എന്ത് യോഗ്യതയാ ഈ വിളിക്കാൻ? അപ്പോൾ എത്രമാത്രം ആരാധിക്കണം? ഒരു പ്രവൃത്തിയും ചെയ്തിട്ടല്ലല്ലോ. എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണോ? പിന്നെ അടുത്ത വചനം വന്നിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഇപ്പോൾ മരണം നീക്കുക എന്നേക്ക്. ഇപ്പോൾ യേശു എപ്പോഴാണ് മരണം നീക്കിയത്? യേശു വന്നത് എപ്പോഴാണ്? തിരഞ്ഞെടുത്തത് നേരത്തെ. അപ്പം യേശു വന്നത് തന്നെ എന്നെ രക്ഷിക്കാനാണ്. ആ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ മാത്രമേ ആരാധന ശരിക്കും ആകത്തുള്ളൂ. യേശു വന്നത് നിന്നെ രക്ഷിക്കാനാണ്. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവായ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം നിർണയത്തിന് കൃപയ്ക്ക് ഒത്തവണ്ണം അത്ര സ്വന്തം നിർണയമാണ്. നോക്കി, അപ്പോൾ എത്രമാത്രം ആരാധിക്കണം എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് എന്ത് യോഗ്യത വെച്ചാൽ നിങ്ങൾ മറ്റുള്ള ഒരു വിളി നടക്കുന്നു, അവരും നമ്മളെ തിരഞ്ഞെടുക്കാൻ എന്ത് യോഗ്യത നിങ്ങൾ പറഞ്ഞു? ഇവിടെ നിന്നുകൊണ്ട് ഒത്തിരി സംസാരിക്കാനുണ്ട്. പക്ഷെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ചില പോയിന്റ് ദൈവം പറഞ്ഞതനുസരിച്ച് അതാ കൂടുതലായിട്ട്. പലർക്കും ഒരു ധാരണയുണ്ട്, ഞാനും പണ്ട് വിചാരിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചതെന്ന്. അല്ലേ? യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചോ? ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുത്തവർക്ക് കുറച്ച് പേർക്ക് അറിയാമായിരിക്കാം, യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണോ മരിച്ചേ? ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? സകലർക്കും വേണ്ടി മരിച്ചോ? മരിച്ചോ? ആർക്കും ഒരു അഭിപ്രായം ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് വചനം കൂടെ കാണിക്കാം, നമുക്ക് സുപരിചിതമായ വചനങ്ങൾ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കും അതിനെപ്പറ്റി. ഒത്തിരി ഉണ്ട്, പക്ഷെ അതിലെല്ലാം കൂടി ഇന്ന് പോകാൻ സമയമില്ല. ഞാൻ ഓൺലൈനിൽ തന്നെ പഠിപ്പിച്ച ഒന്ന് രണ്ട് എല്ലാവർക്കും സുപരിചിതമായ യോഹന്നാൻ്റെ സുവിശേഷം 3:16. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് മരിച്ചേ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ മരിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു, ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകം ദുഷ്ടതയിൽ കിടക്കുകയാണ്. ഈ ലോകത്തെ വീണ്ടെടുക്കുന്നത് ഈ നശിച്ചു പോകാത്തൊരു കൂട്ടത്തെ കൊണ്ടാണ്. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നശിച്ചു പോകാത്തൊരു കൂട്ടത്തെ കൊണ്ടാണ് ഈ ലോകത്തെ വീണ്ടെടുക്കുന്നത്. ഒരാരാധനയും ഇല്ലല്ലോ. ഇന്നൊരു വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആരാധനയായിരുന്നു തന്നെ. ആർക്ക് വേണ്ടി മാത്രമാണ് യേശു മരിച്ചത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ മരിച്ചുള്ളൂ. തിയറി ഒരുപാടുണ്ട് കേട്ടോ, ഡീപ്പായിട്ട് പോകണമെന്നുണ്ട്. കാൽവിനിസം, അർമേനിസം, യൂണിവേഴ്സലിസം, പ്ലേജിനിസം, സെമി പ്ലേജിനിസം, ഒരുപാട് തിയറികളുണ്ട്. അതിൻ്റെ അകത്ത് ചിലർ ഫോളോ ചെയ്യുന്നത് യൂണിവേഴ്സലിസം. യേശു എല്ലാവരുടെയും പാപം വേണ്ടി മരിച്ചു, അതുകൊണ്ട് ഇനി പാപം
ഇല്ല. യേശു എല്ലാവരെയും രക്ഷിച്ചു, അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ ഉണ്ടോ? അതുകൊണ്ട് നരകവും സ്വർഗവും ഒന്നും ഇല്ല ഇനി. അത് പരാജയപ്പെട്ടു പോയി. ചിന്തിക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ചെയ്യും ആ വ്യക്തി? എന്ത് ചെയ്യും ഇപ്പോൾ? ആ കൂട്ടം എന്ത് ചെയ്യും? യേശു എല്ലാവരുടെയും പാവങ്ങൾക്ക് വേണ്ടി മരിച്ചാൽ അപ്പോൾ ഈ ലോകം ഏതാ? യേശു പറയുന്ന ഈ ലോകം ഏതാ? മരിച്ചോ? നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഹന്നാന്റെ സുവിശേഷം 17 10-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാമത്തെ വാക്യം. ജീസസ്. 9-ാമത്തെ വാക്യം. 9. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ആർക്ക് വേണ്ടി? ലോകത്തിന് വേണ്ടിയല്ല, എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രയും അപേക്ഷിക്കുന്നു. അപ്പം ലോകത്തിന് വേണ്ടി യേശു അപേക്ഷിച്ചോ? യേശു പ്രാർത്ഥിക്കുക കേട്ടോ. യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട കാരണക്കാരനാരാ? യേശു ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ? ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ? അപ്പോൾ സർവ്വലോകത്തിന് വേണ്ടി യേശു മരിച്ചോ? ആർക്കും ഒരു അനക്കമില്ല. കാരണം എന്താ? നമ്മളെ ഒരു ട്രഡീഷണൽ പാരമ്പര്യം ഉണ്ടല്ലോ, ഇന്ന് പൊളിക്കാതെ. ഇന്ന് എത്രമാത്രം പൊളിക്കാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്. യേശു ഇപ്പോഴും മധ്യസ്ഥ അടയ്ക്കുന്നത് ആർക്ക് വേണ്ടിയേ ഉള്ളൂ? താൻ ആർക്ക് വേണ്ടി മരിച്ചോ അവർക്ക് വേണ്ടി മാത്രമേ മധ്യസ്ഥ അടയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അകത്തൂടെ കത്തലുണ്ടാകുന്നില്ലേ? ഈ ആരാധന നിൽക്കാൻ പറ്റുമോ ശരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയത്തില്ല, 2 കൂട്ടരുണ്ടാകും. യഥാർത്ഥ രക്ഷ പ്രാപിച്ചവരും അല്ലാത്തവരും. ചിലർ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് പ്രകടിപ്പിക്കും, അത്ഭുതങ്ങൾ ചെയ്തില്ലേ? ഞാൻ ഈ ഗൾഫിലായിരുന്നപ്പോൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. വളരെ വിശ്വാസത്തിൽ വരും, പിന്നെ കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥമായിട്ട് നമ്മൾ കോളിങ്ങിലുള്ളവരാണോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ തിരുത്തണം. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ. നോക്കി, അപ്പോൾ പിതാവ് എടുത്ത് പുത്രന് കൊടുത്തവർക്ക് വേണ്ടി മാത്രമാണ് മരിക്കാൻ വേണ്ടിയിട്ട് യേശു വന്നേ. ആണോ? നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ഞാനല്ല. യേശു പ്രാർത്ഥിച്ച നിൽക്കുന്നത് മനസ്സിലായി. നോക്കി, ഐ പ്രേ ഫോർ ദം, ഐ പ്രേ നോട്ട് ഫോർ ദ വേൾഡ്. അപ്പോൾ ഈ വേൾഡ് എന്ത്? വേൾഡുണ്ട്. ഞാൻ രാത്രി ഇരുന്ന് കരഞ്ഞു. കാരണം ഈ വേൾഡിൻ്റെ അകത്ത് എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നവർ ഈ വേൾഡിൻ്റെ അകത്ത് കിടക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഇനി. ഇനിയും പറ, ഞാനും അവരും തമ്മിൽ എന്തോ വ്യത്യാസം? എന്ത് പ്രവൃത്തി ചെയ്തു? ക്രൈസ്തലോ, ഞാൻ പറഞ്ഞ നിങ്ങൾ ഒത്തിരി കൂടെ ഒന്ന്, ഈ കൊറോണയൊക്കെ സമയമാണ്, ഒരു ആത്മീയതയിൽ ഒത്തിരി വളരണം. എന്നാൽ ഈ കൊറോണയ്ക്കകത്തിരുന്ന് ആരാധിക്കാൻ പറ്റും. വീട്ടിലിരുന്ന് സാഹചര്യങ്ങളെല്ലാം ആരാധിക്കാൻ പറ്റും. കാരണം ഞാൻ ആരാ, ദൈവം എന്നെ എങ്ങനെ ആക്കി വെച്ചേക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു സാഹചര്യം, ഒരു പ്രശ്നം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം, അതൊന്നും വലിയ പ്രശ്നമല്ല. ഇത് കാണുന്നു, ഇതകത്ത് കിടക്കുന്നുണ്ടോണ്ട് ഇതൊക്കെ കാണുന്നുണ്ടേ ഒന്നുമില്ല, നിസ്സാരം. അയ്യോ, അവിടെ ഒരു നഷ്ടം വരും. എന്ത് നഷ്ടം? വലിയ ലാഭം ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ നഷ്ടം ഒരു നഷ്ടമാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ നശിച്ചു പോകാതിരിക്കത്തുള്ളൂ, അല്ലേ? നീ ഒന്ന് ചിന്തിച്ചു നോക്കി, കുറേ നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കണം. എന്ത് മേന്മയാ എനിക്കുണ്ടായിരുന്നു നശിച്ചു പോകാതിരിക്കാൻ? എൻ്റെ മറ്റേ
ആ വ്യക്തിയും ഞാനും തമ്മിൽ എന്തോ മേന്മത വെച്ചിട്ടാ ഞാൻ നശിച്ചു പോകാതെ ദൈവം എന്നെ ഇങ്ങനാക്കി വച്ചേക്കുന്നു. അപ്പം ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങൾ ലോകത്തിൻ്റെ കൂടെ ആണോ അതോ ഇതിൻ്റെ അകത്തുണ്ടോ? കാണുന്നതെല്ലാം ആത്മീയതയല്ല. 20-ാമത്തെ വാക്യം പെട്ടെന്ന് പോവുക, അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം അവിടെ കുറേ എടുത്താൽ എല്ലാവർക്കും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. 20-ാമത്തെ വാക്യം, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നോക്കിയേ, ലോകത്തിന് വേണ്ടി മൊത്തം അപേക്ഷിച്ചോ? അപ്പോൾ യേശു 2000 വർഷം എനിക്ക് വേണ്ടി അപേക്ഷിച്ചു, വചനത്താൽ ഇനിയും വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടേ ഇല്ല, അല്ലേ? എന്തൊരു ഭാഗ്യം, നിങ്ങളിവിടെ ഇരിക്കുന്നവരെല്ലാം ആ കൂട്ടത്തിലാകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നോക്ക്, അല്ല, ഞാൻ കാണുന്നവരെല്ലാം അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ എന്തൊരു ഭീകരാവസ്ഥയല്ലേ? പ്രിയപ്പെട്ടവരെ, കല്യാണമൊക്കെ കഴിക്കുന്നുണ്ടേ രക്ഷിക്കപ്പെടാത്ത ഒന്നിനെയും കല്യാണം കഴിച്ചു പോരുതേ. യാതൊരു ഗ്യാരണ്ടിയില്ല. പിള്ളേരോടൊക്കെ ഞാൻ പറയാ, രക്ഷിക്കപ്പെടാത്തവനൊന്നും കയറി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പോയി. 2 രാജ്യമാണ്, 2 രാജ്യമാണ്. ഒന്ന് ലോകത്തിൻ്റെ സിസ്റ്റവും, ഒന്ന് വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിച്ച വ്യക്തി. അതല്ല നിങ്ങളുടെ വിളിയെന്ന് ഇപ്പോൾ ഉറപ്പാക്കിക്കോണം, അത് തന്നെ വിളിയെന്നുള്ളത്. ദൈവം ഒരിക്കലും അത്ഭുതം ചെയ്യാൻ വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. ഞാൻ വചനത്തിനകത്ത് മൊത്തം നോക്കി, അത്ഭുതം കണ്ടാലും ഭൂതത്തെ പുറത്താക്കാനും വേണ്ടല്ല, വിളി മൊത്തം വിശുദ്ധ വിളിയാണ്. അതാ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ അത്ഭുതം ചെയ്തില്ലേലും ഈ വിശുദ്ധ വിളിക്കകത്ത് ഞാനുണ്ട്. പക്ഷെങ്കിൽ വിശുദ്ധ വിളിയിൽ വിശുദ്ധ ജീവിതം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ല എൻ്റെ അകത്ത്, എത്ര അത്ഭുതം ചെയ്താലും. എത്ര ഭൂതത്തെ പുറത്താക്കിയാലും യേശു പറയും, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയോ, രോഗികളെ നോക്കി, ഞാൻ നിന്നെ അറിയുന്നില്ല. പക്ഷെ വിശുദ്ധ വിളിയിൽ ജീവിക്കുന്ന വ്യക്തികളെ അറിയുന്നില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നേ ഇല്ല. കാരണം നമ്മളെ തിരഞ്ഞെടുത്ത് അതിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി വചനമുണ്ട്, എല്ലാം നമുക്ക് പഠിപ്പിക്കാൻ സമയമില്ലല്ലോ. ഇനി പഠിപ്പിക്കാം. ആർക്ക് താല്പര്യമുണ്ട്, എല്ലാവർക്കും താല്പര്യം വരത്തില്ല. കാരണം ഈ വിളിയുള്ളവർക്ക് മാത്രമേ താല്പര്യം വരൂ. അതാ വേറൊരു രസം. ഇതിപ്പോൾ ആരെങ്കിലും കൊണ്ട് പഠിപ്പിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ലോകം ഇത് ശ്രദ്ധിക്കത്തേ ഇല്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പഠിപ്പിക്കാൻ നോക്കി, പഠിപ്പിക്കാൻ പറ്റിയോ? ഇന്നും യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടി? വിശ്വസിപ്പായിരുന്നവർക്ക് വേണ്ടി. ആണോ? എബ്രായലേഖനം 7:23. ഞാനിപ്പോൾ ഇവിടെ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നതല്ല, ഞാനിപ്പോൾ സൂം മീറ്റിംഗ് എടുത്തപ്പോഴും എബ്രായലേഖനം 7:23, 25 നോക്കിയേ. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിച്ചിരിക്കുന്നവരല്ല, അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. ആരെ മാത്രമേ പൂർണ്ണമായി രക്ഷിക്കുന്നുള്ളൂ? അപ്പോൾ ആർക്ക് വേണ്ടി മാത്രമേ പക്ഷപാതം ചെയ്യുന്നുള്ളൂ? അപ്പോൾ രക്ഷ തുടങ്ങിയല്ലേ? യേശുവിൽ വിശ്വസിച്ചപ്പോൾ രക്ഷ തുടങ്ങി. പക്ഷെ പൂർണ്ണമായി രക്ഷിക്കുന്നത് ആരാ? അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ആറ് കിട്ടാൻ വേണ്ടിയിട്ടല്ല യേശു ആണോ? അതോ എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ വേണ്ടിയാണോ? ആ മഹാപൂരിത പ്രാർത്ഥന ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് താൻ മുഖാന്തരം, ആര് മുഖാന്തരം? ഇനി യേശു മുഖാന്തരം അല്ലാതെ ആര് വന്നാലും പൂർണ്ണമായി രക്ഷിക്കത്തില്ല. പക്ഷേ ഈ പറ്റുമോ? പലരും പറയും യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ പിതാവിനെ ആർക്കും ആരാധിക്കാൻ പറ്റത്തില്ല. പിതാവിനെ അറിയുന്നില്ല. യേശുവിൽ കൂടി അല്ലാതെ ഒരു വ്യക്തിക്ക് പിതാവിനെ അറിയാൻ പറ്റത്തില്ല. ഓക്കെ. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക, അവിടെ ഇരിക്കുക.
കാരണം ഇവിടുത്തെ പുരോഹിതന്മാർ, ഞാൻ എബ്രായ ലേഖനം വേറെ ദിവസം എടുക്കാം, ഇവിടുത്തെ പുരോഹിതന്മാരൊക്കെ ഒന്ന് കഴിഞ്ഞ് മരിച്ചുപോയി. പിന്നെ ആര് മധ്യസ്ഥ അടയ്ക്കും? ഇപ്പം നമ്മളെ അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി എത്ര നാൾ മധ്യസ്ഥ അടയ്ക്കും? മരണം വരെയല്ല ചെയ്യാൻ പറ്റും, ബാക്കിയൊക്കെ സമയം എന്തോ. പക്ഷെ സദാ ജീവിച്ചിരിക്കുന്ന ഒരുത്തനുണ്ട്, നിങ്ങൾ മരിക്കുന്ന ഒരു വിഷയമല്ല. കാരണം എന്താ? പിതാവെടുത്ത് പുത്രൻ്റെ കയ്യിലോട്ട് കൊടുത്തതാ, ഇനി പക്ഷപാതം ചെയ്തേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിതാവെടുത്ത് പുത്രൻ്റെ കൈ കൊടുത്തവരെ പക്ഷപാതം ചെയ്ത് തൻ്റെ ജീവൻ കൊടുത്ത് എങ്ങനെ ആക്കി തീർക്കണം? തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി പിതാവിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലരോട് ക്ലിക്ക് ചെയ്താൽ, ഇന്ന് നിങ്ങൾക്കത് കിട്ടിയാൽ, ഇപ്പോൾ യേശു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിതാവ് എടുത്ത് തന്നതിനെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി തിരിച്ച് പിതാവിൻ്റെ കൊടുക്കുന്ന പക്ഷപാതം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കി, അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തി. അപ്പം നമ്മളാണോ നമ്മുടെ നല്ല പ്രവൃത്തി ഉണ്ടാകുന്നോ? അപ്പൊ എന്താ നമ്മുടെ വിശുദ്ധ വീതം? നമ്മുടെ വിശുദ്ധ വിളി എന്താ? യേശുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റേ വിശുദ്ധം എന്തുവാ? പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു വചനം കൂടെ, എഫേസ്യ ലേഖനം 5. വിവാഹം നടക്കുമ്പം ഇത് പ്രസംഗിക്കാതൊരു പ്രസംഗമില്ല. 5:25. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. നോക്കിയേ, മറ്റുള്ളവരുടെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നല്ല പറഞ്ഞേ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അടുത്ത വചനം, അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന്. അടുത്ത വചനം, കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് വേണ്ടി തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം യേശു ആർക്ക് വേണ്ടിയാണ് മരിച്ച്? മണവാട്ടിക്ക് വേണ്ടിയല്ലേ? എല്ലാവർക്കും വേണ്ടി മരിച്ചോ? ഹലോ, യേശു ലോകത്തിന് വേണ്ടിയാണോ മരിച്ചേ? തൻ്റെ മണവാട്ടി അല്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? പ്രാർത്ഥിച്ചോ? എന്തിനു വേണ്ടിയിട്ടാ മരിച്ചത്? നമ്മൾ അത്ഭുതം ചെയ്യാനും അതൊക്കെ ചെയ്തോ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാത്ത സഭയെ ശുദ്ധമായി നിഷ്കളങ്കമായി തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. കാരണം താൻ തേജസ് നിൽക്കുമ്പോൾ ഇവരും അതേ തേജസ് നിൽക്കണം. ആര്? തൻ്റെ മണവാട്ടിയും. അതിനുവേണ്ടിയാ കാൽവറിയിൽ തൻ്റെ മണവാട്ടിക്ക് വേണ്ടി യേശു യാഗമായത്. പ്രൈസ് ദി ലോർഡ്. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു, ലോകത്തിന് വേണ്ടി നല്ല. ഇപ്പൊ ലോകത്തിന് വേണ്ടി മരിച്ചോ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ മണവാനുമായിട്ടുള്ള ബന്ധം എന്താ? ഇവിടെ എനിക്ക് ജോലി വേണം, എനിക്ക് അത് വേണം, ഇന്നാരെന്നോട് എതിരാണ്, അവർ എന്നോട് അനുകൂലമാവണം. യേശു പ്രാർത്ഥിക്കുന്ന മൊത്തം എന്തുവാ? കറാചുളുക്കം, മാട്ടം മാലിന്യമില്ലാത്ത ശുദ്ധവും നിഷ്കളങ്കവുമായ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ കാൽവറിയാഗം ഓർക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓർത്ത്? ഇനിയിപ്പോൾ ഒന്ന് കാൽവറിയാഗം ഒന്ന് ഓർത്തേ. നമ്മളിവിടെ ഓർക്കുന്നത് അപ്പത്തിന് ജീവൻ വരുന്നതാണോ, അതോ ഇത് ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണോ? അപ്പോൾ ഇത് സ്തോത്രം ചൊല്ലുമല്ലേ? ഈ സ്തോത്രത്തോടല്ലേ അനുഭവിക്കുന്നത്? കാരണം ഇത് നടന്നതിൻ്റെ സ്തോത്രമല്ലേ നടക്കേണ്ടത്. അതിന് പകരം എന്താണെന്നറിയാമോ? ഇതൊന്നും അറിയത്തില്ല, ലോകം പോകുന്ന പോലെ ജീവിക്കും. എന്നിട്ട് വന്നിട്ട്
കർത്താവെ ക്ഷമിക്കണം, അറിവിടാതെ ചെയ്തു പാവങ്ങളെല്ലാം ക്ഷമിച്ചു. വിശുദ്ധോടെ ഇങ്ങനെ വിശുദ്ധിയല്ലേ, നമ്മളെ ശുദ്ധീകരിക്കത്തില്ല അത്. അതാണ് എപ്പിസ്കോപ്പൽ സഭ പഠിപ്പിക്കുന്നത്. ഒരു വസ്തുവിനും ജീവൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് വസ്തുവിന് ജീവൻ കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇനിയിപ്പോൾ ഇതിന് ജീവൻ പ്രാപിച്ച് എൻ്റെ അകത്ത് വന്നാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ മാറ്റാൻ പറ്റുമോ അതിന്? യേശുവിന് മാത്രമേ എന്നെ മാറ്റാൻ പറ്റൂ. യേശു കാൽവരിയിൽ തകർത്തത് എന്നെ മാറ്റാൻ, ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഓർത്ത് വേണം ഇതിൻ്റെ അകത്ത് ഭാഗവാക്കാകാനാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. നിങ്ങളുടെ അകത്തോട്ട് പരിശുദ്ധാത്മാവ് ഇതൊന്ന് വെളിപ്പെടുത്തട്ടെ. അപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുമ്പം ലോകവും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. ഞാൻ മണവാട്ടിയാണ്. എനിക്ക് വേണ്ടിയാണ് കാൽവറിയിൽ യേശു മരിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ആ സന്തോഷത്തിനാണ്, അത് സന്തോഷം പങ്കിടാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അല്ലേ. അത് ഓർക്കാൻ വേണ്ടി അല്ലേ. ഞാൻ വരുന്നിടം വരെ ഇത് നിങ്ങൾ ഓർക്കണം. ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മരണത്തെ പ്രസ്താവിക്കണം. ഈ മരണമാണ് എന്നെ അവൻ്റെ മണവാട്ടിയാക്കി മാറ്റിയത്. ഹല്ലേലൂയ. പക്ഷേ ഇപ്പം മണവാട്ടി എന്ന് പറയുന്നവർക്കൊക്കെ ഇവിടെ കുറേ കാര്യങ്ങൾ, മണവാളിനെ വേണ്ട. മണവാളിന് വേണ്ടി ഒരുങ്ങുവാന്നോ അതോ തങ്ങൾക്ക് തന്നെ ഒരുങ്ങുവാന്നോ? ഹലോ. ഇപ്പൊ യേശു ഒരിടത്ത് പ്രാർത്ഥിക്കുന്നത് കറാചുളുക്കം മാനില്യമില്ലാത്ത മണവാട്ടിയെ ഒരുക്കാൻ വേണ്ടി. ഇവിടെ പ്രാർത്ഥിക്കുന്ന മൊത്തം എന്തുവാ? പോരട്ടെ, അത് പോരട്ടെ, ഇത് പോരട്ടെ. എങ്ങനെ ഇരിക്കും? അതെല്ലാം കൂടെ തന്നാലത്തെ സ്ഥിതി എന്തായിരിക്കും? യേശു നോക്കുന്നുണ്ട് എങ്ങനത്തെ ഒരെണ്ണമായിരിക്കും? എനിക്കറിയാം ഇത്, കാരണം യേശു പ്രസംഗിച്ചപ്പോഴും ഓരോ പ്രസംഗത്തിൽ അത് രണ്ട് കൂട്ടരുണ്ടായി. ചുരുക്കം പേരെ വിശ്വസിച്ചുള്ളൂ, അല്ലയോ? ശരിയല്ലേ? ഗ്ലോറി ടു ലോർഡ്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇപ്പം ഞാനിവിടെ ജീവിക്കുന്നത് മണവാട്ടിയായിട്ടാ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ടാ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങളെ ഈ ചർച്ചിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഓർത്തോണം. ഞാൻ എടുത്ത ആദ്യത്തെ വചനം ഒന്ന് എടുത്ത് മോനെ, തീമോത്തിയോസ് 2 തീമോത്തിയോസ് 1:11. പത്താന്ന് 2 തീമോത്തിയോസ് 1. അവൻ മരണം നീക്കുക, അതിൻ്റെ മുമ്പലത്തെ മരണം നീക്കുകയും അതിൻ്റെ മുമ്പലത്തെ അതിന് തൊട്ട് 9 അത് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തം എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഡിസേർവ് ഇറ്റ്. മണവാട്ടിയാകാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ലായിരുന്നു. ചിന്തിര്, യേശു എന്നെ അങ്ങനെ ആക്കിയെടുക്കുക. അപ്പൊ ഞാനും ലോകത്തിലുള്ള വ്യക്തിയും തമ്മിൽ എന്താ വ്യത്യാസം? പറ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ ഹല്ലേലൂയ പറയാത്ത? അവർക്ക് ഹല്ലേലൂയ പറയാനൊക്കത്തില്ല, കാരണം അവർക്കിത് തിരിച്ചറിയത്ത് പോലുമില്ല. ദൈവസഭയ്ക്കും യഥാർത്ഥമായിട്ട് തിരിച്ചറിയുന്നില്ല. അതാ വേറൊരു പ്രശ്നം. അതുകൊണ്ട് എന്താ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലേ? വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? തൻ്റെ മണവാട്ടിയെ, യേശുവിന് തൻ്റെ യഥാർത്ഥ മണവാട്ടിയെ വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
3 ടീച്ചിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 3 എന്നല്ല, വേദശാസ്ത്രപരമായിട്ട് തിയറികൾ 3 തിയറിയുണ്ട്. 3ൻ്റെ അകത്ത് വേറൊരു തിയറികളുണ്ട്. അത് ഈ അഗസ്റ്റിൻ വന്നതും പെലേജിയസ് വന്നതുമാണ്. യൂണിവേഴ്സലിസം നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആ ഒരു ഇത് വെച്ചിട്ടാണ് ലോകത്തിൻ്റെ എല്ലാം പാപം ചുമന്നൊഴിച്ച് ഇനിയും ആർക്കും പാവമില്ല, എല്ലാവരെയും കർത്താവ് രക്ഷിച്ചു. അത് കൾട്ടാണ്. കാരണം ബൈബിള് നമ്മൾ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ അത് കൾട്ടാണ്. കാരണം എല്ലാവരെയും രക്ഷിച്ചില്ല യേശു. അനേകം യേശുവിനെ അറിയാതെ. അപ്പം അതിനവർ പറയുന്നൊരു വചനമുണ്ട്, ആദാമിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുന്നു. അല്ലേ? ആണോ? ആദാമിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും. പക്ഷേ ആദാമിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനിച്ചതാണ്. ക്രിസ്തുവിൽ നമ്മൾ വിചാരിച്ചാലേ ക്രിസ്തുവിലാകാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് ക്രിസ്തുവിൽ ജീവിക്കപ്പെടത്തില്ല. ചേർന്നല്ലേ പറഞ്ഞാട്ടെ? വിശ്വസിച്ച് ക്രിസ്തുവിനെ എൻ്റെ തലയാക്കണം. ആദമായിരുന്നു എൻ്റെ തല, ക്രിസ്തുവിനെ എൻ്റെ തലയാക്കിയെങ്കിൽ മാത്രമേ ജീവിക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കത് ഒത്തിരി വെളിപ്പാടാണ്. ഞാൻ പറഞ്ഞത് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് പറയുന്നത് കാൽവിനിസം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തുലിപ്പെന്ന് പറയും. തുലിപ്പെന്ന് പറഞ്ഞാൽ 5 നിയമങ്ങളാണ്. ടോട്ടൽ ഡിപ്രസി എന്ന് പറഞ്ഞാൽ, ഡിപ്രസിറ്റി എന്ന് പറഞ്ഞാൽ വീണുപോയ മനുഷ്യൻ ഒരിക്കലും തന്നെത്താൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. ഒരു കണക്കിന് വിശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷേ കാൽവിനിസം പറയുന്നത് വിശ്വാസം പോലും ദൈവത്തിൻ്റെതാണ്. അപ്പോൾ അൺകണ്ടീഷണൽ സെലക്ഷനാണ്. ആരുടെ? കാൽവിനിസം പറയുന്നത്. അത് വളരെ ഒരു പരിധി വരെ അത് നല്ലത്. അൺകണ്ടീഷണൽ സെലക്ഷനാണ്. കാരണം ദൈവം കുറേ പേരെ ഇഷ്ടപ്പെട്ടു. ദൈവം കുറേ പേരെ അങ്ങ് സെലക്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ പുത്രൻ്റെ മണവാട്ടിയായിട്ട്. അതാണ് ടോട്ടൽ ഡിപ്രസിറ്റി, യു അൺകണ്ടീഷണൽ സെലക്ഷൻ, എൽ ലിമിറ്റഡ് അറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്തവർക്ക് വേണ്ടി മാത്രമേ യേശു കാൽവറിയിൽ പ്രായശ്ചിത്തമായുള്ളൂ. ഇറസിസ്റ്റബിൾ ഗ്രേസ്. ആ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രേസിനെ എതിർക്കാൻ പറ്റത്തില്ല. എൻ്റെ എക്സാമ്പിൾ പറയുന്നത്, പൗലോസ് ഇങ്ങനെ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒറ്റ അടി അടിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ പറ്റത്തില്ല. ആ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ പൂർണ്ണ അധികാരത്തിൽ കിടക്കുക. പെർസിവറൻസ് ഓഫ് സെയിൻസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ സ്ഥിരത. കാരണം അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ദൈവം തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ വിശുദ്ധന്മാർ സ്ഥിരതയുള്ളവരായിരിക്കും. അവർക്ക് തെറ്റാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലേ? ഇതൊരു വെളിപ്പാടായി കഴിഞ്ഞാൽ വളരെ. അപ്പം അർമേനിയൻ പറയുന്നതിൻ്റെ അകത്ത് ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. കൂടുതലായിട്ട് അതിനകത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അർമേനിയൻ പറയുന്നതല്ല, മനുഷ്യന് വിശ്വസിക്കാൻ പറ്റും. മറ്റേത് വിശ്വാസം പോലും ദൈവത്തിൻ്റെയാണെന്നാണ് പറയുന്നത്. പക്ഷെ മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരു പാർട്ട് മാത്രം മനുഷ്യനുണ്ട്. ബാക്കി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. വിശ്വസിക്കുന്നവരെ ദൈവം തൻ്റെ മുൻ അറിവ്, അതിനറിയാമല്ലോ, മുന്നറിവിന് തക്കവണ്ണം തിരഞ്ഞെടുത്തു, നിയമിച്ചു. മുന്നറിഞ്ഞവരെ നിയമിച്ചു. കാരണം ഇവരൊക്കെ വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കും, നിങ്ങൾ വിശ്വസിക്കുമെന്നറിഞ്ഞ് അവരെ മാത്രം ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു. അപ്പോൾ കാൽവിനിസത്തിൻ്റെ അകത്തൊരു കുഴപ്പമുണ്ട്. ദൈവം സ്നേഹമല്ല, ദൈവം എല്ലാവരോടും സ്നേഹം കാണിക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റ് ബുദ്ധിപരമായിട്ട് വരും. പക്ഷേ കാൽവിനിസത്തിനകത്തും വിശ്വാസം ഇല്ലാതെ പറ്റത്തില്ല. പക്ഷെ അത് ദൈവത്തിൻ്റെ വിശ്വാസം. അതിന് ഏറ്റവും അവരെടുത്ത് കാണിക്കുന്ന റോമാലേഖനം 9. എനിക്കിഷ്ടമുള്ളവനോട് ഇച്ഛിക്കുന്നവനല്ല, ഓടുന്നവനോ അല്ല, കാരണം തോന്നുന്നു ദൈവത്താൽ അത്രയല്ല വന്ന് പറവനെ ഞാൻ നിർത്തിയിരിക്കുന്നു. എൻ്റെ ഇഷ്ടമാണ്. മെനയുന്നവനോട്, കുശവനോട് ഒന്നും ബാധിക്കാൻ പറ്റത്തില്ല. അവന് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കുന്നു. അതാണ് ആ കാൽവിനിസം പറയുന്നത്.
കാരണം മെനയുന്ന എൻ്റെ താല്പര്യമാണ്. പക്ഷേ അർമേനിസം പറയും അത് പറ്റത്തില്ല. മനുഷ്യൻ്റെ സൈഡിൽ നിന്ന് ഒരു ചോയ്സെങ്കിലും വേണം. അപ്പോൾ വിശ്വാസം മനുഷ്യനിൽ നിന്നാണ് വരുന്നത്. ശരിയാണ്, ദൈവം വിളിച്ചല്ലാതെ ഒരിക്കലും, ദൈവം വിളിച്ചല്ലാതെ ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റുമോ? ദൈവം വിളിക്കാതെ ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റുമോ? ഒക്കത്തില്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം സെലക്ട് ചെയ്താത്തവർക്ക് ഇവിടെ ചെല്ലാൻ പറ്റത്തില്ല, ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു കാൽവറിയിൽ എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ദൈവത്തിന് ഒരു പ്രവൃത്തി, ദൈവം എന്നെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ, വളരെ ശ്രദ്ധിക്കണം, ദൈവം എന്നെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ എഫർട്ട് കൊണ്ട് കാൽവറിയിലേക്ക് ചെല്ലണം. അല്ലേ? അപ്പൊ തിരഞ്ഞെടുക്കില്ലെന്നുണ്ടെങ്കിൽ കാൽവറിയിൽ യേശു മരിച്ചിട്ട് ആരും വന്നില്ല, എന്തോ ചെയ്യും? കാരണം തെരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ അല്ലേ, ദൈവത്തിന് യാതൊരു റോളുമില്ല. യേശു മരിച്ചു, എല്ലാവർക്കും വേണ്ടി മരിച്ചു, ആരും വന്നില്ലല്ലോ. നിങ്ങൾ ചോദിക്കും അങ്ങനെ ഇരിക്കുമെന്ന്. ശിഷ്യന്മാർ പോയടുത്ത് വിളിക്കാതെ പിന്നെ എങ്ങനെയാ വന്നേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ളത്, ദൈവത്തിന് യാതൊരു സെലക്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ആൾക്കാർ വരും? എത്ര പേര് വരുമോ ദൈവത്തിന് അറിയാമോ? കാൽവറി യാഗത്തിൽ കൂടി. കാരണത്തെ ദൈവത്തിന് മുന്നറിവുണ്ടായിരുന്നു. അവരെ ദൈവം സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അത് കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ദൈവത്തിന് യാതൊരു റോളുമില്ല സെലക്ഷൻ്റെ അകത്ത് എങ്കിൽ യേശു കാൽവറിയിൽ മരിച്ചു, എന്ത് ഗ്യാരണ്ടി ആരെങ്കിലും വരുമെന്നുള്ളതിന്? കാരണം മനുഷ്യരുടെ തീരുമാനമല്ലേ, ദൈവത്തിന് യാതൊരു റോളും ഇല്ലല്ലോ. അപ്പോൾ കാൽവറി മരണം വെറുതെ ആയിപ്പോയില്ലേ ആരും വന്നില്ലെങ്കിൽ? അങ്ങനെ വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദൈവം ആകർഷിക്കാതെ ശിഷ്യന്മാർ പോയില്ലേ മീൻ പിടിക്കാൻ? അപ്പോൾ ശിഷ്യന്മാരില്ലായിരുന്നല്ലോ, കാൽവറി മരണം അവരെ കൊണ്ട് തീർന്നില്ലേ? അപ്പോൾ ദൈവം തിരഞ്ഞെടുക്കാതെ, ദൈവം ആകർഷിക്കാതെ ആർക്കെങ്കിലും പിതാവിന്റെ സന്നിധിയിൽ ചെല്ലാൻ പറ്റുമോ? അപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. ആർക്കും ഒരു ഹല്ലേലൂയയും ഇല്ല, ഒരു സന്തോഷവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പോൾ യേശു കാൽവറിയിൽ മരിച്ചു. ആർക്ക് വേണ്ടിയാണ് മരിച്ചേ? തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മരിക്കുന്നു. അവരെ സുവിശേഷം മുഖാന്തരം അവരെ ദൈവം സുവിശേഷം പറയുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കുന്നല്ലേ? അതിന് തന്നെ ആരാ? പരിശുദ്ധാത്മാവാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ മനുഷ്യൻ്റെ തന്നെ തിരഞ്ഞെടുപ്പിനെ അങ്ങ് വിട്ടെങ്കിൽ കാൽവറിയിലെ മരണം കൊണ്ട് മനുഷ്യൻ സ്വയമായിട്ട് യേശുവിനെ തിരഞ്ഞെടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാരണം ന്യായപ്രമാണത്തിൽ യേശു വന്നപ്പോൾ ഒറ്റ മനുഷ്യൻ പോലും യേശുവിനെ തിരഞ്ഞെടുത്തില്ല. Praise the Lord. Glory to Lord. Hallelujah. Praise the Lord. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. ജീസസ്. ഹല്ലേലൂയ. അതിൻ്റെ 12-ാമത്തെ വാക്യം 11 തൊട്ട് വായിച്ചു. 11. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേണ്ടിയാണോ? ഇത് തുടർമാനമായിട്ട് വായിച്ചാൽ അറിയാം, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അല്ല, വേറെ ആടുകളുണ്ട്. അടുത്ത വചനം.
ഇടയനും ആടുകളും ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയും. ഇത് ഓടിപ്പോവും? ആടുകൾക്ക് വേണ്ടി മരിച്ചവൻ പോവും? ഇല്ല. ചെന്നായെ പിടിക്കുകയും ജിന്നിച്ച് കളയുകയും ചെയ്യുന്നു. അടുത്ത വചനം. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ വാക്യം. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയും. എല്ലാവരെയും അറിയുന്നോ? എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. അല്ലയോ? ആണോ? എല്ലാവരും അറിയോ? എല്ലാവരും അറിയോ? ആർക്കും ഒരു അനക്കമില്ലല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലയോ? വിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നില്ലേ? നോക്കി. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയും. അപ്പം എല്ലാവരെയും യേശുവിനെ അറിയാം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത്, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നോക്കിയേ, ഞാൻ എനിക്കുള്ളവ എന്നെ അറിയും. അപ്പം ആ തിരഞ്ഞെടുത്ത വ്യക്തികൾ അറിഞ്ഞിരിക്കും അല്ലേ? സുവിശേഷം പറയുമ്പോൾ തന്നെ അറിയും അല്ലേ? പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം നോക്കി. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ ഇത് പറഞ്ഞു നോക്കി. എനിക്കുള്ളവ എന്നെ അറിയും എന്ന് പറഞ്ഞിട്ടാണ് ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് കൊടുത്തത്? എനിക്കുള്ളവ എന്നെ അറിയുന്നവർക്ക് വേണ്ടിയാണ് കൊടുത്തതാണോ? ജീസസ്. അടുത്ത വചനം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. നോക്കിയേ, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളുണ്ട്, അവരെയും ഞാൻ. അപ്പം ആരാ നടത്തുന്നേ? നമ്മൾ നടക്കുകയാണോ? അവൻ ദൈവം നടത്തുകയാണോ? അപ്പം അങ്ങനെ കൺട്രോൾ ഉണ്ടോ? ദൈവമാണോ അപ്പോൾ നടത്തുന്നത്? അതോ ഞാൻ സ്വയമായിട്ട് നടക്കാമെന്നോ? സ്വയമായിട്ട് നടക്കാത്ത സ്ഥിതി, സ്വയമായിട്ട് നടക്കാമെന്ന് ഈ ആടുകളുടെ കൂട്ടത്തിലുള്ളതാണോ? ഹലോ, ഞാൻ അവയെ നടത്തേണ്ടതാകുന്നു. ഇപ്പൊ യേശുവിൻ്റെ ആടാണെങ്കിൽ ആരായിരിക്കും നടത്തുന്നത്? യേശു ആയിരിക്കും നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് സ്വയമായിട്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇടയൻ പറയുന്ന അനുസരിച്ച് നടക്കാൻ പറ്റൂ. അപ്പൊ ഇനിയും നമ്മളെങ്ങനെ വിശ്വാസത്തിലാണെന്ന് അറിയുന്നേ? ഇടയൻ പറഞ്ഞാണോ നടക്കുന്നതെന്നുള്ളതനുസരിച്ചല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ, അവയെ ഞാൻ നടത്തേണ്ടത്. അവ എൻ്റെ ശബ്ദം കേൾക്കും. ആര്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. എല്ലാവരും കേൾക്കുമോ? ഒരാട്ടിൻ കുട്ട ഓരിയുടേനും ആകും. നോക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് സ്പഷ്ടമല്ലേ? ഇനി വായിച്ചോ, നിങ്ങൾ മൊത്തം വായിച്ചു നോക്കി, എല്ലാം ഇതേ ഉള്ളൂ. ഇനിയിപ്പം നിങ്ങൾ വേദസം വായിക്കുമ്പോൾ മൊത്തം ഇതായിരിക്കും കാണുന്നത്. ഓ, പ്രൈസ് ദി ലോർഡ്. ശരിക്കും ഇത് മനസ്സിലായ പിന്നെ കംപ്ലൈൻറ്റ് വല്ലതും വരുമോ? കംപ്ലൈൻറ്റ് മൊത്തം പോയി. ഇനി ഒരൊറ്റ കംപ്ലൈൻറ്റ് ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 18-ാമത്തെ വാക്യം. അല്ല, 17. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടത്. നോക്കി, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടത് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കും. നോക്ക്, ഇത് എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്നുള്ള എൻ്റെ പോയിൻ്റാണ്. യേശു ദൈവമാണ്. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കും. ഞാൻ കൊടുക്കും, വീണ്ടും പ്രാപിക്കും. ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അടുത്ത വചനം. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കും. നോക്ക്, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന. അതുകൊണ്ടാണ് യേശു ദൈവമാണെന്നുള്ളതിൻ്റെ ഒരു വചനമാണ് ഇതിനകത്ത് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇരുപത്തഞ്ചാമത്തെ വാക്യം. പെട്ടെന്ന്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയി. 25.
യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ആരെ? യേശുവിനെ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. അടുത്ത വചനം ഇമ്പോർട്ടൻ്റ്. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാക്കിയാൽ വിശ്വസിക്കുന്നില്ല. നോക്കി, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലാകിയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ. ആർക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്? വിശ്വസിക്കുന്ന ആടുകൾക്ക് വേണ്ടിയാണ് മരിച്ചതല്ലേ? അത് സ്തോത്രം, വളരെ കറക്റ്റായി. പക്ഷെ ആടുകളുടെ പ്രത്യേകത എന്താ? അവൻ്റെ ശബ്ദം കേൾക്കും കേട്ടോ. അതന്നല്ല, ആ ആടുകളെ നടത്തുന്ന ആരായിരിക്കും? എനിക്കിനി സ്വയമായിട്ട് നടക്കാൻ പറ്റുമോ? എൻ്റെ സ്വയഷ്ടത്തിൽ നടക്കാൻ പറ്റുമോ? സ്വയഷ്ടത്തിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരല്ല, അവൻ്റെ ശബ്ദം കേട്ട് നടക്കുന്നവർ മാത്രമേ ഉള്ളൂ അവൻ്റെ ആട്. എൻ്റെ ഇഷ്ടത്തിൽ നടക്കുന്നവർ അവൻ്റെ ആടല്ല. Praise the Lord. അടുത്ത വചനം, എൻ്റെ ആടുകൾ ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. നോക്കി, ഞാൻ അവയെ അറിയും, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് എഴുതിയേക്കുന്നത് തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. The sheep that are my own hear my voice and listen to me. I know them and they follow me. അല്ലാതെ ഒരു വിടുതൽ അത് ഫോളോ ചെയ്യലല്ല, ആണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വചനം, നിങ്ങളിതെല്ലാം യോഹന്നാൻ അതിൻ്റെ അത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ആർക്ക്? ഏതാടുകൾക്ക്? എൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾക്ക്. എല്ലാവർക്കും കൊടുക്കുമോ? അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. നോക്ക്, നമ്മളിപ്പോൾ എബ്രായലേഖനം വായിച്ചില്ലേ? അവൻ്റെ അടുത്ത് വരുന്നവരെ അവൻ സദാ ജീവിച്ചിരിക്കുന്നതിന് ആരുഹാൽ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. നോക്കി, ഈ ആടുകൾ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. നോക്ക്, ഇനി പിശാചിന് പോലും പിടിക്കാൻ പറ്റത്തില്ല. ചേർന്നല്ലേ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. നമുക്ക് എന്തൊരു വാഗ്ദത്തം നോക്കി. പ്രൈസ് ദി ലോർഡ്. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. കാരണം എന്താ? എന്തുകൊണ്ട് ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാത്തേ? നിങ്ങൾക്കറിയാവോ? കാരണം അത് തന്നത് പിതാവ്. അടുത്ത വചനം, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. ഈ എല്ലാവരിലും വലിയ പിതാവിൻ്റെ ആർക്കെങ്കിലും പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനൊക്കുമോ? പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയയില്ല. പ്രൈസ് ദി ലോർഡ്. ഓ ഗ്ലോറി ടു ലോർഡ്. ആരുടെ കയ്യിലായിപ്പോ ഇരിക്കുന്നേ? ഓ സോറ, ഹല്ലേലൂയ. യോഗ്യത എന്താ? യോഗ്യതയൊന്നുമില്ല. അവൻ്റെ തെരഞ്ഞെടുപ്പാ. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊള്ളുകയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ആ വിളിയിലാണോ എന്ന് ഉറപ്പാക്കിക്കൊള്ളണം. അനേകര് കടക്കാൻ ശ്രമിക്കും, നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ ജീസസ്, കാരണം ഇടുക്കമുള്ള വഴിയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ ഇടുക്കമുള്ള വഴിയാ. പ്രൈസ് ദി ലോർഡ്. അത് ഒരു ദിവസം കൈവെക്കുന്നതല്ല, തുടർമാനമായി അവന്റെ കൂടെ നടക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ എത്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്നെ നടത്തിക്കൊണ്ട് അവിടെ കൊണ്ട് എത്തിക്കുന്ന. ഹല്ലേലൂയ. നമുക്കിഷ്ടമുള്ള വഴിയെ പോകാനല്ല. രാജത്വം ഇനി എനിക്കില്ല, രാജത്വം യേശുവിനാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ രാജത്വം യേശുവിനാ, ഞാൻ പിൻപറ്റുന്നേ ഉള്ളൂ. ഹല്ലേലൂയ.
Praise the Lord. Glory to Lord. Praise the Lord. Hallelujah. Oh, hallelujah. Praise the Lord. എന്തൊരു വാഗ്ദത്തമാ! ഇതല്ലേ വാഗ്ദത്തം? ഇവിടെ എന്തെല്ലാം കിട്ടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു നാളും പിടിച്ചു പറിക്കാത്തവന്റെ കയ്യിൽ ഞാൻ സുരക്ഷിതമാണ്. എൻ്റെ ഉറപ്പ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓ, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരുത്തൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവസാനം വരെ എന്നെ പരിപാലിക്കുന്നവൻ. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാകിയാൽ എന്നെ അന്ത്യത്തോളം പരിപാലിക്കുന്നൊരു കർത്താവ്. ഇവിടെ വീഴ്ചകളുണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, എന്നാൽ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ എന്നെ അവിടെ എത്തിക്കുന്നവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീസസ്. ഓ ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ജീസസ്. Glory to Lord. Hallelujah. Praise the Lord. Praise the Lord. Glory. ഒരു വചനം കൂടെ കാണിക്കാം. ഒത്തിരി വചനങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡീപ്പായിട്ട് നിങ്ങൾക്കിത് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിയോ, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവരവർക്ക് മാത്രമേ ആ ഉറപ്പ് പ്രാപിക്കാൻ പറ്റൂ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾക്ക് മാത്രമേ, ദൈവത്തിന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ദി ലോർഡ് പിന്മാറാൻ പറ്റത്തില്ല. ഈ ഉറപ്പ് പ്രാപിച്ച വ്യക്തിക്ക് ഏതറ്റം വേണേ ഇപ്പോൾ മരണം എന്തായാലും ഒരു വിഷയമല്ല. ഈ ലോകത്തിലെ മരണം പ്രമോഷനാണ്. ആണോ? പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ ചെല്ലുമെന്നല്ല ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അഥവാ മരിച്ചാൽ പെട്ടെന്ന് അങ്ങ് സ്വർഗ്ഗത്തിൽ ചെല്ലും അല്ലേ? വല്ല വിഷയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി 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 ടു ലോർഡ്. എന്തൊരു പ്രത്യാശയാ! ഹല്ലേലൂയ. നിങ്ങളുടെ പ്രത്യാശയെ പറ്റി ചോദിക്കുന്നവനോട് പറയാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. എപ്പോഴും നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിനെപ്പറ്റി ഉറപ്പുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉറപ്പാണ് നിന്നെ ദൈവികനാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. നിന്റെ ആ ഉറപ്പാണ് നിന്നെ ദൈവികനാക്കി മാറ്റുന്നത്. ഈ ഉറപ്പാണ് നിന്നെ ക്രിസ്ത്യാനിരൂപനാക്കി മാറ്റുന്നത്. നിനക്ക് അതല്ലാതെ ഒരു ജീവിതം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ രാത്രിയിൽ എനിക്ക് ഒത്തിരി വിഷമം വരും. തിരഞ്ഞെടുക്കപ്പെടാത്തവരെ ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ എന്തോ ചെയ്യാനാ? ദൈവത്തിൻ്റെ ചോയ്സ്. ആർക്കും അറിയത്തില്ല. കാൽവിനും അറിയത്തില്ല, അർമേനിയനും അറിയത്തില്ല, ഇപ്പോഴത്തെ ആർക്കും അറിയത്തില്ല ദൈവം എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്. ദൈവത്താലല്ലാതെ നമുക്കൊരിക്കലും ദൈവസന്നിധി ചെല്ലാനും പറ്റത്തില്ല. പിതാവ് ആവശ്യിച്ചിട്ടല്ല അത് ആർക്കും പുത്രൻ്റെ സന്നിധിയിലേക്ക് വരാൻ പറ്റത്തില്ല. ഇപ്പൊ കാൽവറിയിൽ യേശു അങ്ങ് ക്രൂശി മരിച്ചു. പിതാവ് ആവശ്യിച്ചില്ലെങ്കിൽ കാൽവറി മരണം പ്രയോജനം വല്ലതും ഉണ്ടോ? പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഇപ്പോൾ നമ്മളെ ചിന്തിക്കുക, കാൽവറി മരിച്ചു, യേശു കാൽവറി മരിച്ചിട്ട് ഇനി വിശ്വസിക്കുന്നവനൊക്കെ വരട്ടെ എന്നൊക്കെ സ്ഥിതിയും ചിന്തിച്ച് ചോദിച്ചു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, യേശു കാൽവറിയിൽ മരിച്ചിട്ട് പറയും ഇനി വിശ്വസിക്കുന്നവനൊക്കെ വരട്ടെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഞാൻ കാൽവറിയിൽ മരിച്ചു, എല്ലാവർക്കും വേണ്ടി മരിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി മരിച്ചില്ല. എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും, ഇവർ രണ്ടുപേരും 20,000 രൂപ വെച്ച് എനിക്ക് തരാനുണ്ട്.
ജെറി ഒരു തീരുമാനം എടുത്ത്. ഇവരൊന്നും അറിഞ്ഞില്ല. ഇവർ രണ്ടുപേരും പേയ്മെൻറ്റ് എൻ്റെ കൊടുത്തു. ഇവരൊട്ട് അറിയുന്നുമില്ല. അപ്പോൾ ഇവരറിഞ്ഞില്ലെന്ന് വിചാരിച്ചിട്ട് അവർ കടക്കാരാണോ ഇനി എനിക്ക്? യേശു കാൽവറിയിൽ എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിൽ, വിശ്വസിക്കാത്ത വ്യക്തിക്ക് വേണ്ടി മരിച്ചെങ്കിൽ, അവൻ്റെ പാവം യേശു ചുമന്നൊഴിച്ചില്ലേ? ഇനി അവനെ നരകത്തിൽ വിടാൻ പറ്റുമോ? കാരണം രണ്ട് ശിക്ഷ ഏറ്റെടുക്കണം. യേശു ഏറ്റെടുക്കണം, അവൻ നരകത്തിലും പോകണം. അതിൻ്റെ അർത്ഥം എന്താ? യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ മരിച്ചുള്ളൂ. കാരണം വിശ്വസിക്കുന്നവൻ്റെ പാപം അവൻ ചുമന്നൊഴിച്ചു. പ്രൈസ് ദി ലോർഡ്. അവന് ആ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. പക്ഷേ വിശ്വസിക്കാത്തവന് വേണ്ടി യേശു മരിച്ചില്ല. മരിച്ചായിരുന്നെങ്കിൽ യേശുവും പാപം ഏറ്റെടുത്തു, അവനും നരകത്തിൽ പോകണം. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അതെല്ലാം പഠിപ്പിക്കും. നമുക്കൊരിക്കലും കാൽവറി മരണം ആർക്ക് വേണ്ടി മരിച്ചോ അവർക്ക് മാത്രമേ യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂ. അവരെ ദൈവം തിരഞ്ഞെടുത്തതാ. അതിൻ്റെ എഫക്റ്റ്, അല്ലെങ്കിൽ എഫക്റ്റീവ് അറ്റോൺമെൻറ്റ് എന്നായിരുന്നു പറയുന്നത്. ലിമിറ്റഡ് അറ്റോൺമെൻറ്റ്, അൺലിമിറ്റഡ് അറ്റോൺമെൻറ്റ്, എഫക്റ്റീവ് അറ്റോൺമെൻറ്റ്. എഫക്റ്റീവ് അറ്റോൺമെൻറ്റ് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം യേശുവിൻ്റെ കാൽവറി മരണം പെർഫെക്റ്റ് ആയിരുന്നു. ആർക്കു വേണ്ടി മരിച്ചോ അവനെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്. ആർക്കൊക്കെ വേണ്ടി മരിച്ചോ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ എൻ്റെ യേശു ഹല്ലേലൂയ ശക്തൻ. യേശു നിശ്ചയമില്ലാത്ത അവസാനം അവൻ രക്ഷിക്കപ്പെടും, അവൻ വിശ്വസിക്കുമോ എന്നല്ല. അവന് നേരത്തെ അറിയാം കാൽവറിയിൽ മരിക്കുമ്പോൾ ഏതൊക്കെ പുത്രന്മാരെ ആ തേജസ്സിലേക്ക് നടത്തുന്നെന്ന് വ്യക്തമായ ഉറപ്പോടുകൂടി അവൻ കാൽവറിയിൽ മരിക്കുന്നത്. അനേക പുത്രന്മാരെ തേജസ്, എല്ലാവരെയും അല്ല, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ അവൻ മരണം ആസ്വദിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാൽവറി മരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിത്യതയിൽ ഇരിക്കുന്നവരെ ആരൊക്കെയെന്ന് യേശുവിനറിയാം. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. അങ്ങനെ മരിച്ച വ്യക്തികൾക്കും അറിയാം അവൻ പിതാവിൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ എലക്ട് ചെയ്ത വ്യക്തികൾക്കും അറിയാം, ഹല്ലേലൂയ, ഞാൻ നിത്യതയിൽ അവൻ്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അവൻ മേലോട്ട് നോക്കിയാൽ ഭൂമിയിലുള്ളതല്ല ഇനി ചിന്തിക്കുന്നത്, സ്വർഗത്തിലുള്ളതാ. അവിടെ ഇരിക്കുന്നതാ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന ചിന്തിക്കുന്ന എനിക്ക് ഇവിടുത്തെ കാര്യം ചിന്തിക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാൽവറിയിൽ യേശു മരിക്കുമ്പോൾ അറിയാം എൻ്റെ കൂടെ തേജസ്സോടുകൂടിയ കുറേ പുത്രന്മാര്. ആർക്ക് വേണ്ടി മരിച്ചോ പിതാവ് ആരെയൊക്കെ തിരഞ്ഞെടുത്തോ അവനും അറിയാം ഞാൻ അവിടെ അവനോട് കൂടെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓ, നിങ്ങൾക്കത് വെളിപ്പാടാകട്ടെ. നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് അതിനെപ്പറ്റി ഒന്നൊരു ക്ലാരിറ്റി ചെയ്യാൻ ഞാൻ പെട്ടെന്ന്, സമയം പോയി ഇനി, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ക്ലാരിറ്റി ചെയ്യാൻ പോവാ. യോഹന്നാൻ സുവിശേഷം 17. പെട്ടെന്ന് വായിക്കുകയും വേണമല്ലോ. 20ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 17:20 നമ്മൾ മുമ്പ് വായിച്ചതാ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ എനിക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അടുത്ത വചനം ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തതാ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ. നോക്കി, അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. ആര്? ഈ പ്രാർത്ഥിച്ചവര്.
പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ നമ്മിലാകേണ്ടതിനും. അടുത്ത വചനം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തു? എല്ലാവർക്കും കൊടുത്തോ? അടുത്ത വചനം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്, നീ എന്നെ സ്നേഹിക്കുന്നവർ അവരെ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന്, ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. നോക്കി, അപ്പോൾ എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിൽ ഞാൻ അവനിലും അവൻ എന്നിലും ആകുമോ? അപ്പോൾ പ്രാർത്ഥിക്കുക, ഇതെല്ലാം പ്രാർത്ഥനയാണ് കേട്ടോ. അടുത്ത വചനമായ എളുപ്പം ഇമ്പോർട്ടൻ്റ്, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണണം. ആര് കാണണവന്? ആര് കാണണം? അപ്പോൾ നീ എനിക്ക് തന്നിട്ടുള്ളവർ എവിടെ പോയിരിക്കും? ഞാനിരിക്കുന്ന ഇടത്ത് എല്ലാവരും പോയിരിക്കുമോ? എല്ലാവരും പോയി ഇരിക്കത്തില്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ മാത്രമേ ഈ മഹത്വം കാണാൻ പറ്റുള്ളൂ. അവരെയും ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരെയും എന്നോട് കൂടെ ഇരിക്കണം. ഇവിടെ പ്രാർത്ഥിച്ച് കാർ കിട്ടി, ജോലി കിട്ടി, ഇതൊന്നും ഇവിടില്ല. അതിന് കോമൺ ഗ്രേസ് എന്നാണ് പറയുന്നത്. ഇത് സ്പെഷ്യൽ ഗ്രേസ്. എല്ലാ ജനത്തിനും കോമൺ ഗ്രേസ് ഉണ്ട്. ദൈവം ദുഷ്ടന്മാരുടെ പേരും നല്ലവരുടെ പേരും മഴ പെയ്ക്കുന്ന ദൈവമാണ്. ഈ ഗ്രേസ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. ദൈവം ദുഷ്ടന്മാരുടെ പേര് നല്ലവരുടെ പേരും മഴ പെയ്ക്കുന്ന രോഗസൗഖ്യം എല്ലാം കിട്ടും. യേശു ഇവിടെ ഭൂമി വന്നപ്പോൾ 5 കൊണ്ട് 5000 പേരെ അപേക്ഷിച്ച് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിനകത്ത് അവരെ ആരും തിരഞ്ഞെടുത്തതല്ല. അവരോട് ചോദിച്ചു, എൻ്റെ രക്തം കുടിക്കുക, എല്ലാവരും വിട്ടുപോയി. ഇത് കഠിന വാക്ക്. അപ്പോൾ അവർക്കെന്തോ കോമൺ ഗ്രേസ് ഉണ്ട്. നന്മ എല്ലാം കിട്ടും ഇവിടുത്തെ, അല്ലേ? നന്മ എല്ലാവർക്കും കിട്ടും. പക്ഷേ എങ്കിൽ സ്പെഷ്യൽ ഗ്രേസ് എവിടെ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇരിക്കാനുള്ള ഗ്രേസ്. ഹല്ലേലൂയ, ഓ ജീസസ്, ഹല്ലേലൂയ. ഇത് കണ്ടിട്ടുള്ളവർ, ആത്മാവിൽ കണ്ടിട്ടുള്ളവർ ഇവിടെ എന്തിനാണ്? ഇതെന്തുവാ വിഷയം? നിന്റെ പ്രാർത്ഥന എന്തിനാ? പ്രാർത്ഥിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് വിട്ടിട്ട് താഴോട്ട് വരാൻ പറ്റുമോ? കാണുന്നത് താൽക്കാലികത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന്? ഇത് കാണാത്തവരാണ് അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണം. അതെങ്ങനാ നീക്കോ? സംശയം ചോദിച്ചോണ്ട് നടക്കും. അയ്യോ, എനിക്കിത് കിട്ടിയില്ല, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. ഈ ഇരിക്കുന്നവന് ഇതുവെല്ലാം വിഷയമാണോ? എടാ, ഇവിടെ പിതാവിന്റെ യേശുവിന്റെ മഹത്വത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഇവിടുത്തെ എന്തെങ്കിലും വിഷയമാണോ? ഇവിടെ ഇരിക്കണം. ഇവിടെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ 5 കൊണ്ട് 5000 പേരെ രോഗികളെ സൗഖ്യമാക്കി പോയി. ഒരൊറ്റ മനുഷ്യൻ പോലും കാലോറിയിൽ യേശു മരിക്കുമ്പോൾ ഇല്ല. അത് കോമൺ ഗ്രേസ് ആയിരുന്നു. കോമൺ ഗ്രേസ് ദൈവത്തിൻ്റെ ആരൊക്കെ വിളിച്ചപേക്ഷിക്കുന്നവർക്കൊക്കെ കൊടുക്കും. പക്ഷേ ഈ സ്പെഷ്യൽ ഗ്രേസ് തിരഞ്ഞെടുക്കപ്പെട്ടവന് അവന് മാത്രമേ അങ്ങനെ ആകാൻ പറ്റൂ. എല്ലാവർക്കും ആകാൻ പറ്റുമോ? ഈ മഹത്വത്തിലേക്ക് ആകാൻ പറ്റുമോ? നിങ്ങളൊന്ന് പോയി മെഡിറ്റേറ്റ് ചെയ്യണം. പിതാവേ, ഇതെങ്ങനെ ആക്കുന്നേ? 17 അതിൻ്റെ 17ാമത്തെ വാക്യം, സത്യത്താൽ അവരെ നിന്റെ വചനമല്ല, ശരിയാൽ അവരെ വിശദീകരിക്കണം എന്നല്ല. ദൈവത്തിൻ്റെ സത്യം വേറെയാ. ഈ സത്യം എന്നെ തിരഞ്ഞെടുത്തെന്നുള്ള സത്യം എനിക്ക് വെളിപ്പെടണമെങ്കിൽ ആ സത്യമല്ലേ? ശരിയാണോ? അത് ശരിയല്ലോ ആണ്. ലോകത്തിനത് ശരിയാണോ? പക്ഷെ ദൈവത്തിന് സത്യം. അടുത്ത വചനം, എന്നെ ലോകത്തിൽ നിന്ന് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിൽ അയക്കുന്നു. അടുത്ത വചനം, അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു. നോക്കിയേ, ഇപ്പം യേശു കാൽവറിയിൽ എന്നെ തന്നെ വിശദീകരിച്ചിട്ട് അവർ അങ്ങനെ ആകുന്നില്ലെങ്കിൽ അവർ വിളിച്ചിട്ടുണ്ടോ? അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ? കാരണം എന്താ? യേശു തന്നെത്താൻ വിശദീകരിച്ചത് അതുപോലെ വിശുദ്ധിയുള്ളവരാകാൻ വേണ്ടിയിട്ടല്ലേ?
അപ്പൊ യേശു തന്നെത്താൻ വിശദീകരിക്കുന്നത്. ഇതാണ് മണവാട്ടി. മണവാട്ടിക്ക് വേണ്ടി തന്നെത്താൻ വിശദീകരിച്ചു. എന്തിനാ? സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവരാകാൻ. നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഇതെന്താണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം. ഈ വിശുദ്ധി എന്താണെന്നുള്ളത്. യേശു വിശുദ്ധീകരിച്ചത് എന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാ. ആ വിശുദ്ധി എന്താ? എനിക്ക് സ്വയമായി പ്രാപിക്കാവുന്ന വിശുദ്ധി അല്ലത്, യേശുവിൽ കൂടി പ്രാപിക്കുന്ന വിശുദ്ധിയാ. നിങ്ങൾ പറ, യേശു ലോകത്തിന് വേണ്ടിയാണോ മരിച്ചത്? ഹലോ, യേശു ലോകത്തിന് വേണ്ടിയാണോ മരിച്ചത്? യേശു തന്നെത്താൻ വിശദീകരിച്ചിട്ട് ആർക്ക് വേണ്ടി വിശദീകരിക്കപ്പെട്ടോ അവർ വിശദീകരിക്കപ്പെട്ടില്ലെങ്കിൽ കാൽവറി യാഗം ഫ്ലോപ്പായി പോയില്ലേ? അതിന് പൂർണ്ണതയില്ലല്ലേ? കാൽവറി യാഗത്തിന് പൂർണ്ണതയില്ല. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു. ആ വിശദീകരിക്കപ്പെട്ടിട്ട് അവർ വിശദീകരിക്കപ്പെടുന്നില്ലെങ്കിൽ കാൽവറി യാഗം പെർഫെക്റ്റ് അല്ലായിരുന്നു. Oh, Jesus. For their sake I sanctify myself to do your will. Okay, നിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട്. So that they may sanctify, set apart, dedicated, made holy in your truth. നിന്റെ സത്യത്താൽ അവരെ വിശദീകരിക്കണം. നിന്റെ സത്യത്താൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാൽവറിയിൽ മരിച്ചത്. പിതാവിന്റെ സത്യത്താൽ എന്നെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് കാൽവറിയിൽ യേശു മരിച്ചത്. കാൽവറിയിൽ യേശു തന്നെത്താൻ വിശദീകരിക്കപ്പെട്ടത്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് എന്നെ. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പേരാണ് എഫക്റ്റീവ് അറ്റോൺമെന്റ്. ആ എഫക്റ്റീവ് അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ അറ്റോൺമെന്റിന് ആർക്ക് വേണ്ടി ആ പ്രായശ്ചിത്തമായോ അവർക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി യേശു യാഗമായിട്ടില്ല. കാരണം എന്താ? അവൻ്റെ അടുത്ത് വരുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ സദാ ജീവിച്ചിരിക്കുന്നവനാ. പ്രിയപ്പെട്ട ഇച്ചിരി ആഴമാണ് കേട്ടോ. ഇതാണ് സത്യവചനം. ദൈവമേ എന്നെ ആരാക്കണം, അവിടെ മാത്രമേ ഉള്ളൂ എൻ്റെ നിത്യതയുമായിട്ടുള്ള ബന്ധം. ഇവിടെ കിട്ടുന്നതിനൊന്നും എനിക്ക് പ്രതിഫലം സ്വർഗത്തിൽ കിട്ടുമോ? ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചെടുത്തതിന് എല്ലാം സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടോ? സ്വർഗത്തിൽ പ്രതിഫലം എന്തിനേ ഉള്ളൂ? ഇതിനാ. പക്ഷെങ്കിൽ നിർഭാഗ്യവശാൽ പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ ജീവിക്കുന്നതല്ലേ. ജീവിക്കുന്നത് കോമൺ ഗ്രേസ്. ഇവിടുത്തെ കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ടീച്ചിങ് എങ്ങനെ, പഠിപ്പീരെങ്ങനെ. യേശുവിൻ്റെ അടുത്ത് വരുന്നത് തന്നെ സുവിശേഷം പറയുന്നത് നീ വന്നാൽ നിന്റെ രോഗം മാറും, നിനക്ക് അത് കിട്ടും. സുവിശേഷം അല്ലത്. അവൻ ആ രക്ഷിക്കുന്ന വിശ്വാസത്തിലേക്ക് വരുന്നില്ല, സ്പെഷ്യൽ ഗ്രേസിലേക്ക് അവൻ വരുന്നില്ല. അവൻ വരുന്ന കോമൺ ഗ്രേസിലേക്കാണ്. കാരണം അവന് ദൈവം ദുഷ്ടന്മാരുടെ പേരും നല്ലവരുടെ പേരും എഴുതിക്കും. വരുന്നവരെ രോഗികളെ സൗഖ്യം, പോകുന്ന വഴിക്കൊക്കെ തൊട്ടവരൊക്കെ സൗഖ്യമായി, എല്ലാം സൗഖ്യമായി പോയി. പക്ഷെങ്കിൽ സ്പെഷ്യൽ ഗ്രേസ് ഇല്ല അവർക്ക്. അവരാരും രക്ഷിക്കപ്പെട്ടില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ, ആ സ്പെഷ്യൽ ഗ്രേസ് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ കൂടെ അവിടെ ഇരിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവർ അതിനുവേണ്ടിയേ ജീവിക്കാൻ പറ്റൂ. ആ സ്പെഷ്യൽ ഗ്രേസിൽ നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ നിന്റെ ജീവിതശൈലി അത് മാത്രമായിരിക്കും. ഹല്ലേലൂയ. ഒരു വചനം ഇവിടെ കാണിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും. ടൈറ്റസ് 2:14.
അവൻ നമ്മെ സകലയാഥാർത്ഥ്യത്തിൽ നിന്ന് വീണ്ടെടുത്തു. നോക്കിക്കേ, സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്കായി ശുദ്ധീകരിക്കുക, തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നോക്ക്, അപ്പം സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തെന്നുള്ള ബോധ്യമുണ്ടോ ഇതുവരെ? സൽപ്രവർത്തിക്കായിട്ട് ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി ശുദ്ധീകരിക്കപ്പെട്ടെന്നുള്ള ബോധ്യമുണ്ടോ? അതിൻ്റെ എഫക്റ്റ് നമ്മളിൽ വരുന്നുണ്ടോ? എഫക്റ്റീവ് അറ്റോൺമെന്റ്. ആ അറ്റോൺമെന്റിന്റെ എഫക്റ്റ് എനിക്ക് വരുന്നുണ്ടോ എന്ന്. യേശു എന്തിനു വേണ്ടി കാൽവറിയിൽ കൊടുത്തോ ഇതിനു വേണ്ടിയിട്ടാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ തെരഞ്ഞെടുപ്പിനകത്തുണ്ടോ? ഒരല്ലേലൂയായും ഇല്ല. പാസ്റ്ററെ, ഞങ്ങൾ കൊറോണയുമായിട്ടൊക്കെ ഓടി വന്നതാ. ഓടി വന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാ. കാൽവറി യാഗം യേശു തന്നെത്താൻ കൊടുത്തത് എന്നെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള തനിക്കായിട്ട് ശുദ്ധീകരിക്കപ്പെടുന്നത് സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുക്കപ്പോൾ ആ ജനത്തിൻ്റെ അകത്ത് ഞാനുണ്ടോ? ഞാനുണ്ടെങ്കിൽ ഈ ഫലം പുറത്തു വരണ്ടേ? അപ്പോഴല്ലേ കാൽവറി യാഗത്തിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്കാകുന്നുള്ളൂ. ഈ കാൽവറി യാഗത്തിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്കായാലല്ലേ ഇതിൻ്റെ അകത്ത് ഭാഗവാക്കാകുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഒത്തിരി നാളായി, 2-3 മാസമായി കർത്തൃമേശ അനുഭവിച്ചിട്ട്. താവെ അറികൂടാതെ ചെയ്തോ പാവങ്ങളെല്ലാം ക്ഷമിക്കണം. നല്ല കർത്തൃമേശ. ആ അറ്റോൺമെന്റ് എനിക്ക് വേണ്ടി ആണെങ്കിൽ, ആ പ്രായശ്ചിത്തം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ എത്രമാത്രം അതിൻ്റെ എഫക്റ്റ് എൻ്റെ ജീവിതത്തിലുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രായശ്ചിത്തമായില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഭാഗവാക്കാകണമെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പ് വേണം. എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി അതിൻ്റെ എഫക്റ്റ് എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ ഇതിൽ ഭാഗവാക്കാകാൻ പറ്റൂ. അല്ല, വെള്ളയുടുപ്പം മീശയും പഠിച്ചുകൊണ്ട് വന്നോണ്ട് കാര്യമൊന്നുമില്ല. ലോറി ഭയങ്കര കട്ടിയാ അല്ലേ? ബുദ്ധിക്ക് ഭയങ്കര കട്ടിയാ, ആത്മാവിന് കട്ടിയില്ല. ആത്മാവ് സന്തോഷിക്കുക. ബുദ്ധി കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ബുദ്ധി കൊണ്ട് ഇനി എത്ര മനസ്സിലാക്കിയാലും എത്ര അറിഞ്ഞാലും ദൈവം എന്നോർത്ത് മഹത്വീകരിക്കാൻ പറ്റത്തില്ല. ദൈവം എന്നോർത്ത് മഹത്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെളിപ്പാടായാലേ പറ്റൂ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം എന്നോർത്ത് മഹത്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവർക്ക് ബുദ്ധി കൊണ്ടാണ് അറിഞ്ഞത് മൊത്തം. പ്രൈസ് ദി ലോർഡ്. ബുദ്ധി കൊണ്ട് അറിവുള്ള ഒത്തിരി ക്രിസ്ത്യാനികൾ ഇന്ന് വീണ്ടും ജനിച്ച സഭയ്ക്കകത്ത് കയറിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബുദ്ധി കൊണ്ട് അറിയാം, പ്രൈസ് ദി ലോർഡ്, പക്ഷെങ്കിൽ എഫക്റ്റീവ് ആകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി. അവർ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കാതെ ഹല്ലേലൂയ തങ്ങളുടെ മോഹങ്ങളിൽ നടക്കുന്നു. ഹല്ലേലൂയ. പെൺകുടിയ അവസാനിപ്പിക്കുക. എന്തോ കിട്ടി, എന്തോ പദവിയാ, ഒരു കണക്കിന് ദുഃഖം വരും. കർത്താവേ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെല്ലാവരും ആ തെരഞ്ഞെടുപ്പിൻ്റെ അകത്തുണ്ടാകണം. ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളെല്ലാം ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകണം. എങ്ങനെ അറിയാം? അവരുടെ ഫലത്താലും ചിലപ്പോൾ തിരിച്ചറിയത്തില്ല. പിതാവിന് മാത്രമേ, അതുകൊണ്ടാണ് വിധിക്കാൻ പറ്റാത്തേ. പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ ഒറിജിനൽ ഫലമാണോ എന്ന്. ക്രിസ്തുവിൽ നിന്ന് വരുന്ന ഫലമാണോ എന്ന് അറിയണമെങ്കിൽ പിതാവിന് മാത്രമേ പറ്റൂ, യേശുവിന് മാത്രമേ പറ്റൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അത്തി തളുത്ത പോലെ തളുത്ത് നിൽക്കും, ഫലം കാണത്തില്ല. അനേകർ അത്തി തളുത്ത പോലെ തളുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ ഫലമില്ല. യേശു വന്ന് നോക്കിയപ്പോഴാണ് ഫലമില്ല, ശപിക്കപ്പെട്ടു പോയി. ഹല്ലേലൂയ. എല്ലാ ഫലവും ഫലമല്ല.
തളർത്തു നിൽക്കുന്നത് ഫലമല്ല. പ്രൈസ് ദി ലോർഡ്. പുറമേ കാണുന്നത് ഫലമല്ല, അകത്ത് വെളിപ്പെടുന്നത് ആ ഫലം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവനെ അധികം വിളിച്ചത്, അവനെ വിളിച്ച നിന്നെ ഹല്ലേലൂയ വിശ്വസ്തന, ആ വിളി ഉറപ്പാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.